നമസ്കാരം. ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനെ പുറത്താക്കാൻ തക്കം പാർത്തിരിക്കുകയാണ് CPM. അതിനു കിട്ടിയ ഒരു വടിയായിരുന്നു ഇലക്ട്രിക് ബസ് വിവാദം. കേട്ട പാതി കേൾക്കാത്ത പാതി നേതാക്കളെല്ലാം ഒന്നടങ്കം പ്രതികരിച്ചു. എന്തിനധികം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ പോലും പ്രതികരിച്ചു. ഓരോരോ പോക്കേ. അല്ലെങ്കിൽ ചെവിയിൽ പോയി കയറി കൂവി ചോദിച്ചാലും നേതാക്കൾ ആരും ഒന്നും കേൾക്കില്ല. ഇതിപ്പോ ഗണേശൻ പറഞ്ഞപ്പോ എല്ലാവരും അങ്ങോട്ട് കേട്ടു. ഗണേശനെതിരെ പടക്കവും പൊട്ടിച്ചു. എന്തായാലും ഗണേഷ് കുമാർ കുറച്ചു ദിവസത്തേക്ക് ഇനി മിണ്ടില്ല എന്നുറപ്പാണ്. ഇലക്ട്രിക് ബസ്സുകളുമായി സർക്കാർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇതിന്റെ സൂചനയാണ് ഗണേഷ് കുമാർ പുറത്തു പറഞ്ഞത്. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ദൈവത്തിനറിയാം. ഞാനിനി കണക്ക് പറയുന്നില്ല. ഇനി ഒരു തീരുമാനവും എടുക്കുന്നുമില്ല. ശിക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ തീരുമാനം എടുക്കേണ്ടല്ലോ. എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർ അറിയിക്കുമെന്നുമാണ് മന്ത്രി പറഞ്ഞത്. പ്രൈവറ്റ് മേഖല സംസ്ഥാനത്തിന് ആവശ്യമാണ്. ബസ് സർവീസുകളിൽ റീഷെഡ്യൂളിംഗ് നടക്കുന്നുണ്ട്. തന്നെ ഉപദ്രവിക്കാൻ ചില ആളുകൾക്ക് താല്പര്യമുണ്ട്. താൻ ആരെയും ദ്രോഹിക്കാറില്ല. കേരളത്തിൽ നികുതി കൂടുതലാണ്. അതിനാൽ വാഹന രജിസ്ട്രേഷൻ വരുമാനം പുറത്തു പോവുകയാണ്. ഇത് സർക്കാർ പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഏതായാലും KSRTCയിൽ നയപരമായതൊന്നും തീരുമാനിക്കില്ലെന്ന് കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് ഗതാഗത മന്ത്രി. ഗണേശൻ എന്തായാലും പറഞ്ഞതൊക്കെ സത്യമാണ്. ഇതൊക്കെ പറഞ്ഞതും ഗണേശൻ രാജിവെക്കുമെന്ന അഭ്യൂഹങ്ങളും ശക്തമായി. ഇതോടെ ഗണേശന് എത്രത്തോളം പിന്തുണ ഉണ്ടെന്ന് മുഖ്യനും മനസ്സിലായി. ഒരു അവസരം കിട്ടുമ്പോഴാണല്ലോ ആർക്കൊക്കെ എത്രത്തോളമൊക്കെ പിന്തുണ ഉണ്ടെന്ന് മനസ്സിലാകുന്നത്. ആ ഒരു സാഹചര്യം ഗണേശൻ്റേത് മനസ്സിലാക്കി കൊടുത്ത സാഹചര്യമായിരുന്നു ഇത്. അതായത് ഇലക്ട്രിക് ബസ് വിവാദം. കാരണം സോഷ്യൽ മീഡിയയിലൂടെ ജനം ഗണേശന് ഏറെ പിന്തുണ നൽകുന്നുണ്ട്. ഗണേഷ് മന്ത്രി ഒരിക്കലും രാജിവെക്കരുത്. പിണറായിയുടെ വാക്കിന് പുല്ലുവിലയെ ജനങ്ങൾ കൊടുക്കൂ. ജനങ്ങളുടെ മനസ്സ് തളർത്തരുത്. ഗണേഷ് മന്ത്രി വേണം. മന്ത്രിയായി നട്ടലുള്ള ഒരാളും തന്റെ മന്ത്രിസഭയിൽ ഇല്ലെന്ന് ഉറപ്പുവരുത്തിയാണ് മുഖ്യൻ മന്ത്രിമാരെ നിശ്ചയിച്ചിട്ടുള്ളത്. ശൈലജ ടീച്ചർ, ഐസക് എന്നിവർ പുറത്താക്കപ്പെട്ടത് വെറുതെയല്ല. രാജിവെച്ചാൽ മൊത്തം മന്ത്രിമാരെയും കൊണ്ടേ പോരാവൂ. പിണറായിയുടെ വാക്കുകൾ കേട്ട് ദയവായി പുറത്തു പോകരുത്. നിങ്ങൾ തുടരണം. അത് ഇവിടുത്തെ സാധാരണക്കാരന്റെ ആവശ്യമാണ്. ഗണേഷ് കുമാർ, നിങ്ങൾ ഒരു കാരണവശാലും രാജിവെക്കരുത്. അന്തസ്സും ആഭിജാത്യവും ഒരുത്തനും വേണ്ടി പരിത്യജിക്കരുത്. കീറിപ്പഴകിയ തുണിയിൽ പുതിയ തുണി തുന്നിച്ചേർത്താൽ പഴകിയ തുണി നശിക്കുകയും പുതിയ തുണി കുറേയധികം ശോഭിക്കുകയും ചെയ്യും. അത് പഴയ തുണിയെ നമ്മൾ വെറുക്കാൻ ഇടയാക്കും. ആ വെറുപ്പ് താങ്ങാൻ പഴയ തുണിക്കാകില്ലല്ലോ. മന്ത്രിസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് എന്തെല്ലാമായിരുന്നു മുഖ്യൻ കാണിച്ചത്. പൊതുജനങ്ങൾക്ക് മുമ്പിൽ അതെല്ലാം തുറന്നു കാണിക്കണം. പുറകോട്ട് പോകരുത്. വരണം മുന്നോട്ട്. പോകേണ്ടത് പോകട്ടെ. ഈ തിരുട്ടു ഭരണം മതിയാക്കി BJPയിൽ പോകൂ. അല്ലെങ്കിലും വിഭീഷണന് ലങ്കയിൽ അധിക കാലം നിൽക്കാനാവില്ല. അസുരന്മാരുടെ ഇടയിൽ ദേവന് സ്ഥാനമില്ല. അപ്പോൾ വിഭീഷണൻ പടിയിറങ്ങിയാൽ ഇനി രാമനിൽ ആശ്രയിക്കും. രാമായണം പുനരാവർത്തിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് സോഷ്യൽ മീഡിയയിലെ അഭിപ്രായങ്ങൾ. എന്തായാലും ഗണേഷ് കുമാർ രാജിവെക്കുമെന്ന് തോന്നുന്നില്ല. ഭരണപക്ഷത്തെ പ്രതിപക്ഷമായി ഗണേശൻ ഉണ്ടാകും. പതുങ്ങുന്നത് കുതിക്കാനല്ലേ? അതുപോലെ തന്നെ ഗണേശനും പതുങ്ങുന്നത് കുതിക്കാൻ വേണ്ടി തന്നെയാകണം. കാരണം തിരിച്ചു മറുപടി പറയണമെങ്കിൽ ഗണേശന്റെ കയ്യിൽ ആ പറയാൻ പോകുന്ന ഓരോ കാര്യത്തിനും തെളിവുകൾ വേണം. അതുണ്ടാക്കുകയാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. അല്ലെങ്കിൽ അതുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗണേശൻ. അല്ലെങ്കിൽ തന്നെ ഗണേഷ് കുമാർ പുറത്തു ചാടിയാൽ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? പുറത്തു ചാടുന്ന ഗണേഷ് CPMകാർക്ക്, പ്രത്യേകിച്ച് പിണറായി വിജയന് ഒരു പേടി സ്വപ്നമായിരിക്കും. കാരണം അന്തം വിട്ട പ്രതി എന്തും ചെയ്യുമെന്നല്ലേ. ഉമ്മൻചാണ്ടിയെ പുറത്തു ചാടിക്കാൻ സരിതയെ ഉപയോഗിച്ച കുശാഗ്രബുദ്ധി ഗണേശിൻ്റെതല്ലെന്ന് ആരെങ്കിലും പറയുമോ? അതുപോലെ സരിതയെ അല്ലെങ്കിൽ അടുത്ത സരിതയെ ഗണേശൻ എത്തിക്കും. അതുമല്ലെങ്കിൽ അതിന് സമാനമായ ഒരു കാര്യം ഗണേശൻ എത്തിക്കും. അതൊക്കെ പ്രാവർത്തികമാക്കാൻ പ്രയാസമുണ്ടാകില്ല. അതിനുള്ള കൗശലമൊക്കെ എന്തായാലും ഗണേഷ് കുമാറിനുണ്ട്. അങ്ങനെ വന്നാൽ പിണറായിക്കെതിരെ പാർട്ടിക്കാർ ഒന്നടങ്കം സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. ഈ പേടി സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായിക്കുമുണ്ട്. അതുകൊണ്ട് പതുങ്ങുന്നത് കുതിക്കാനാണ്. അത് ഓർമ്മ വേണം. പതുങ്ങുന്നത് പ്രത്യേകിച്ചും ഗണേശനുമാണ്. നന്ദി.